സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റു വീണ്ടും മരണം. കിളിമാനൂരിൽ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. സുധർമ്മയ്ക്ക് കടിയേറ്റത് വീട്ടുമുറ്റത്തെ കിണറിന് സമീപത്ത് വെച്ച്. തൃശൂർ കോടാലിയിൽ 8 വയസ്സുകാരൻ മരിച്ചത് പാമ്പിൻ വിഷം ഉള്ളിൽ ചെന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സഹോദരൻ അനോഷ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. ശസ്ത്രക്രിയകളിൽ ആരോഗ്യവകുപ്പിന്റെ പുതിയ മാർഗരേഖ. രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണം. ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണം. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം. കൊല്ലം ജില്ലാ ആശുപത്രി ജീവനക്കാരന്റെ തലക്കടിച്ച് രോഗി. വയനാട്ടിലെ വീട് പരിശോധനയിലെ ട്രോളുകൾക്ക് മറുപടിയുമായി മന്ത്രി കെ രാജൻ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന പരിഹാസം കേൾക്കുമ്പോൾ ആത്മാഭിമാനം മാത്രം. തൃശ്ശൂരിൽ നിന്ന് ഒരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. വീടുകളിൽ ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക പരിശോധന നടത്തുമെന്നും മന്ത്രി. തമിഴ്നാട്ടിലെ വിരുദനഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ അപകടത്തിൽ മരണം 25ആയി. 6 പേർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. പടക്കശാല ഉടമ ഒളിവിൽ. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ലെന്ന് കണ്ടെത്തൽ. ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിൽ. ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരും. വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ച ചെയ്യും. ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായുള്ള നിർണായക യോഗം മൂന്നാറിൽ. തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടിയിലും പാറമേക്കാവിലും പൂരലഹരി. ആനച്ചമയ പ്രദർശനത്തിന് 24 തുടക്കം. പൂരം 26-ന്.